നമുക്ക് ഇന്നത്തെ ലെക്ചറിൽ ടൈലിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാം. Given a 2x n board and tiles of size 2x1. Count number of ways to tile the given board using 2x1 tiles. A tile can either be placed horizontally as a 1x2 tile or vertically as 2x1. Question എന്തായിരുന്നു പറഞ്ഞിരുന്നേ? നമുക്കൊരു 2x n ബോർഡ് തന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ ടൈൽസിനെ പ്ലേസ് ചെയ്യണം. എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യാം? ഐദർ ആസ് എ 2x1 ടൈൽ ഓർ ആസ് 1x2 ടൈൽ. നമുക്ക് ഒരു ഇൻപുട്ടിലൂടെ ഔട്ട്പുട്ടിലൂടെയും കൂടുതൽ നന്നായിട്ട് ആ ചോദ്യത്തെ മനസ്സിലാകാം. ഇൻപുട്ടായിട്ട് ഒരു എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. n = 4. n = 4 എന്ന് പറഞ്ഞാൽ ബോർഡിൻ്റെ സൈസ് 2x4 ബോർഡാണ്. ഏകദേശം 2x4 ബോർഡ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഇതിൽ എത്ര രീതിയിൽ ടൈൽസിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് ഔട്ട്പുട്ടിൽ റിട്ടേൺ ചെയ്യേണ്ടത്. 5 വേസ് ആണ് ഈ 2x4 ബോർഡിന് പോസിബിൾ ആയിട്ടുള്ള ടൈൽസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് വേസ്. 4 വെർട്ടിക്കലും 4 ഹൊറിസോണ്ടലും 2 വെർട്ടിക്കലും 2 ഹൊറിസോണ്ടലും. ഇതാണ് നമ്മുടെ 2x4 ബോർഡ്. ഞാൻ ടൈൽസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗ്രീൻ ലൈൻ കൊണ്ടാണ്. നമുക്ക് 4 ടൈൽസിനെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തില്ലേ, ഇതൊരു വേ ആയി. ഇനി 4 ടൈൽസിനെ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തില്ലേ, ഇത് വേറൊരു വേ ആയി. ഇനി 2 വെർട്ടിക്കലും 2 ഹൊറിസോണ്ടലും. ആ രീതിയിൽ 3 വേസിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. എങ്ങനെയൊക്കെയാ? ആദ്യമേ 2 വെർട്ടിക്കല്, പിന്നെ 2 ഹൊറിസോണ്ടല്, 2 ഹൊറിസോണ്ടല്, പിന്നെ 2 വെർട്ടിക്കല്, 1 വെർട്ടിക്കല്, 2 ഹൊറിസോണ്ടല്, 1 വെർട്ടിക്കല്. ഇങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ 5 കിട്ടി. ഇതിനെ റിക്കർഷൻ വെച്ച് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? എത്ര വേസിൽ ഒരു 2x n ബോർഡിൽ 2x1 ടൈൽസിനെ പ്ലേസ് ചെയ്യാമെന്നായിരുന്നു നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ആ പ്രോബ്ലത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡിവൈഡ് പ്രോബ്ലം ഓഫ് പ്ലേസിംഗ് 2x1 ടൈൽസ് ഓൺ 2x n ബോർഡ് ഇൻറ്റു 2. പ്രോബ്ലം ഓഫ് പ്ലേസിംഗ് 1 ടൈൽ, ഒരു ടൈലിനെ പ്ലേസ് ചെയ്യുന്നതും പ്രോബ്ലം ഓഫ് പ്ലേസിംഗ് റിമൈനിങ് ടൈൽസ്. അങ്ങനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. നമുക്ക് ഒരു ടൈലിനെ വെർട്ടിക്കലായിട്ടും പ്ലേസ് ചെയ്യാം, ഹൊറിസോണ്ടലായിട്ടും പ്ലേസ് ചെയ്യാം. നമ്മൾ ഒരു ടൈലിനെ വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്യാന്ന് വിചാരിച്ചോ, ഇങ്ങനെ പ്ലേസ് ചെയ്യാന്ന് വിചാരിച്ചോ. ഇനി എത്ര നമ്പർ ഓഫ് വേസിൽ ഈ 2x n ബോർഡ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ടൈൽസ് വെച്ച്? കൗണ്ട് ഓഫ് n-1. നമ്മൾ ഒരു ടൈലിനെ ഹൊറിസോണ്ടലായി പ്ലേസ് ചെയ്യാന്ന് വെച്ചോ. നമ്മളിവിടെ ഒരു ടൈലിനെ ഹൊറിസോണ്ടലായി പ്ലേസ് ചെയ്ത്, അന്നേരം ഇതിന്റെ തൊട്ട് താഴത്തെ ആ സ്ഥലമില്ലേ, അവിടെയും ഒരു ടൈലിനെ ഇങ്ങനെയല്ലേ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി റിമൈനിങ് എത്ര സ്ഥലമുണ്ട് ഈ ബോർഡിൽ? n-2 അല്ലേ. അന്നേരം കൗണ്ട് ഓഫ് n-2. കാരണം റിമൈനിങ് n-2 കോളംസാണ് ഉള്ളത് ഒരു ടൈലിനെ ഹൊറിസോണ്ടലായി പ്ലേസ് ചെയ്തപ്പോൾ. മുകളിൽ വെർട്ടിക്കലായി പ്ലേസ് ചെയ്തപ്പോൾ റിമൈനിങ് n-1 കോളംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൗണ്ട് ഓഫ് n-1 അവിടെ കിട്ടിയേ. ടൈലിനെ ഹൊറിസോണ്ടലായി പ്ലേസ് ചെയ്തപ്പം n-2 കോളംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് കൗണ്ട് ഓഫ് n-2 കിട്ടി. ഇനി ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് പ്ലേസിംഗ് 2x1 ടൈൽസ് ഓൺ 2x n ബോർഡ് എത്രയായിരിക്കും? കൗണ്ട് ഓഫ് n-1 പ്ലസ് കൗണ്ട് ഓഫ് n-2. Count of n equal to count of n-1 plus count of n-2. ഈ റിക്കർഷൻ വാലിഡ് അല്ലാത്ത കേസസ് ഏതൊക്കെയാ? ഇഫ് n equal to 1 or n equal to 2. അന്നേരം n ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുക. n equal to 1 ആവുമ്പോൾ 2x1 ബോർഡാവും. ഒരു വേയിലല്ലേ ഒരു ടൈലിനെ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. n equal to 2 ആവുമ്പോൾ 2 വേസിൽ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ലേ. ഒന്നെങ്കിൽ 2 ഹൊറിസോണ്ടലും ഒന്നെങ്കിൽ 2 വെർട്ടിക്കലും. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്.
എന്നിൻ്റെ വാല്യൂ 1 അല്ലെ എന്നിൻ്റെ വാല്യൂ 2 ആയ കൗണ്ട് ഓഫ് എൻ ആണ്. കൗണ്ട് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേസ് ഓഫ് പ്ലേസിംഗ് 2x1 ടൈൽസ് ഓൺ 2x n ബോർഡ്. ഇതിന്റെ കോഡ് നോക്കാം. def count of n if n less than or equal to 2 return n. return count of n minus 1 plus count of n minus 2. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 2 raised to n ആയിരിക്കും. കാരണം എന്താ, എപ്പോഴും 2 ചിൽഡ്രനിലല്ലായിരിക്കും ഉണ്ടായിരിക്കുക ഒരു നോഡിന്. നമ്മൾ ഇതിന്റെ റിക്കർഷൻ ട്രീ വരച്ചു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് വരുന്ന നമ്പർ ഓഫ് ഫംഗ്ഷൻ കോൾസ് എന്ന് പറഞ്ഞാൽ 1 + 2 + 4 + 8 എന്ന് പറഞ്ഞാൽ ഒരു GP സീരീസ് അല്ലേ. അതിന്റെ സം എന്ന് പറഞ്ഞാൽ a × r⁻n - 1 ഡിവൈഡഡ് ബൈ r-1 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ. അതെന്ന് പറഞ്ഞാൽ 2 n - 1 ഡിവൈഡഡ് ബൈ 2 - 1. അങ്ങനെ നമുക്ക് ഓർഡർ ഓഫ് 2 n എന്ന് ഇവിടെ കിട്ടി. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആയിരിക്കും. ലെങ്ത് ഓഫ് ലോങ്സ്റ്റ് പാത്ത് ഇൻ ദ റിക്കർഷൻ ട്രീ n ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആവുന്നത്.